വേണ്ട, നീ പോവുകയാണോ? ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവില്ലേ? ഒരു ചെറിയ യൂറോപ്യൻ ഗ്രാമമായിരുന്നു പോർട്ട് ലൂയിസ്. അവിടെ അനാഥനായ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ പേര് ലിയോ. 8 വയസ്സ് മാത്രം പ്രായമുള്ള ലിയോ ഒരു പഴയ കൽക്കരി ഫാക്ടറിയുടെ അടുത്തുള്ള അനാഥാലയത്തിലെ തണുപ്പുള്ള മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. അവന് ആകെയുണ്ടായിരുന്നത് സ്പാർക്കി എന്ന് അവൻ പേരിട്ട് തടിക്കൊണ്ടുള്ള ഒരു പഴയ കളിപ്പാട്ട ട്രെയിൻ മാത്രമായിരുന്നു. ട്രെയിനിൻ്റെ പെയിൻറ് മുഴുവൻ ഇളകിയിരുന്നു. ഒരു ചക്രം തകർന്നിരുന്നു. എങ്കിലും അത് ലിയോയുടെ ലോകമായിരുന്നു. ലിയോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്മസ് രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ട്രെയിനിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നതായിരുന്നു. എങ്കിൽ അവന് ഈ അനാഥാലയത്തിൻ്റെ മരവിച്ച ഭിത്തികൾക്കുള്ളിലെ ഏകാന്തത മാറ്റാൻ ഒരു കൂട്ടാകുമായിരുന്നു. ക്രിസ്മസ് തലേന്ന് രാത്രി അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഒരുമിച്ച് നൽകിയ ലളിതമായ അത്താഴത്തിന് ശേഷം ലിയോ പതിവ് പോലെ തൻ്റെ ട്രെയിനുമായി സംസാരിച്ചു. സ്പാർക്കി, നീ എന്താ എന്നോട് മിണ്ടാത്തത്? എല്ലാവരും അവരുടെ അമ്മമാരെക്കുറിച്ചും സാന്റായെക്കുറിച്ചുമൊക്കെ പറയുന്നു. എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടും എൻ്റെ സങ്കടങ്ങൾ പറയാനില്ലല്ലോ. അവൻ തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് ട്രെയിനിനെ തലോടി കണ്ണീരോടെ പറഞ്ഞു. എന്നിട്ടവൻ തണുത്ത ജനലിനടുത്ത് പോയി കിടന്നു. പുറത്ത് മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ നേരിയ വെളുപ്പ് മുറിയിൽ നിറഞ്ഞു. അർദ്ധരാത്രിയിൽ ലിയോയെ ഉണർത്തിയത് ജനലിനടുത്ത് നിന്നൊരു മൃദുലമായ ശബ്ദമാണ്. ആ ശബ്ദത്തിന് ട്രെയിനിൻ്റെ ചക്രങ്ങൾ തറയിൽ ഉരുളുന്ന പോലുള്ള നേരിയ ക്ലക്ക് ക്ലക്ക് താളമുണ്ടായിരുന്നു. ഞാൻ ഇവിടെയുണ്ട് ലിയോ. ലിയോ ഞെട്ടി കണ്ണ് തുറന്നു നോക്കി. അടുപ്പിലെ കെട്ടുപോകാറായ കനലിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ തൻ്റെ തടിക്കൊണ്ടുള്ള ട്രെയിൻ സ്പാർക്കി ജനലിനരികിൽ 4 ചക്രങ്ങളിലും നിവർന്നു നിന്നു. ട്രെയിനിൻ്റെ മുന്നിലെ വിളക്ക് മെല്ലെ മിന്നുന്നുണ്ടായിരുന്നു. അത് അവനെ നോക്കി ചിരിക്കുന്നു. നിനക്ക് സംസാരിക്കാമോ സ്പാർക്കി? ലിയോയുടെ ശബ്ദം വിറച്ചു. പക്ഷേ അത്ഭുതം അവൻ്റെ ഭയത്തെ മറികടന്നു. ഇന്ന് രാത്രി മാത്രം ലിയോ. ക്രിസ്മസ് വിസ്മയം സംഭവിക്കുന്ന രാത്രിയാണിത്. നിന്റെ ഏകാന്തതയും നിഷ്കളങ്കമായ സ്നേഹവുമാണ് എൻ്റെ ഈ അത്ഭുതത്തിന് കാരണം. ട്രെയിൻ മെല്ലെ പറഞ്ഞു. ലിയോയുടെ മുഖം സന്തോഷത്താൽ തിളങ്ങി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓടിച്ചെന്ന് ട്രെയിനെടുത്ത് നെഞ്ചോട് ചേർത്തു. അവർ ആ രാത്രി മുഴുവൻ സംസാരിച്ചു. സ്പാർക്കി ലോകം ചുറ്റിക്കണ്ട തൻ്റെ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. ലിയോ അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ചും പറഞ്ഞു. ആ രാത്രി അനാഥാലയത്തിൻ്റെ മരവിച്ച മുറിയിലെ തണുപ്പിനെ ഇല്ലാതാക്കിയത് അവരുടെ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയായിരുന്നു. ലിയോയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ക്രിസ്മസ് രാവായിരുന്നു അത്. പുലർച്ചെ സൂര്യരശ്മി ജനലിലൂടെ മുറിയിലേക്ക് കടന്നപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം വീണ്ടും ദുർബലമായി. സ്പാർക്കി മെല്ലെ പറഞ്ഞു, സമയം കഴിഞ്ഞു ലിയോ. മാന്ത്രികതയുടെ സമയം അവസാനിച്ചു. എനിക്കെൻ്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങണം. വേണ്ട, നീ പോവുകയാണോ? ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവില്ലേ? ലിയോ സങ്കടത്തോട് ചോദിച്ചു. ഞാൻ നിന്റെ ഓർമ്മകളിലുണ്ടാകും ലിയോ. നിനക്ക് കൂട്ടായി ഞാനില്ലെന്ന് തോന്നുമ്പോൾ നിന്റെ ഹൃദയത്തിൽ കാതോർക്കുക. നിന്റെ ഏകാന്തതയെ മാറ്റാൻ എൻ്റെ ശബ്ദം അവിടെയുണ്ടാകും, അത് പറഞ്ഞു. പിന്നീട്
സ്പാർക്കി സംസാരിച്ചില്ല. അത് വീണ്ടും ഒരു സാധാരണ തടിക്കളിപ്പാട്ടമായി ജനലിനടുത്ത് ചാരിയിരുന്നു. ലിയോയുടെ ഏകാന്തത എന്നേക്കുമായി മാറിപ്പോയിരുന്നു. ആ ക്രിസ്മസ് രാത്രിയിലെ വിസ്മയം അവന് സമ്മാനിച്ചത് ആജീവനാന്ത സന്തോഷമായിരുന്നു. അവൻ്റെ ഉള്ളിൽ എന്നെന്നും കൂട്ടായിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ശബ്ദം. ഒരു യഥാർത്ഥ ക്രിസ്മസ് വിസ്മയം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലിയോയെപ്പോലെ സ്നേഹമാണ് ഏറ്റവും വലിയ മാന്ത്രികത എന്ന് ഈ കഥ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ സ്നേഹം രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ക്രിസ്മസ് വിസ്മയം കൂടുതൽ പേരിലേക്ക് എത്താൻ അത് സഹായിക്കും. രണ്ടാമതായി, നിങ്ങളുടെ അഭിപ്രായം പറയുക. ട്രെയിൻ സംസാരിച്ച ആ രാത്രിയിലെ വികാരം എന്തായിരിക്കും? താഴെ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ ക്രിസ്മസ് വിസ്മയം പങ്കിടുക. മൂന്നാമതായി, ഞങ്ങളോടൊപ്പം ചേരുക. ഇതുപോലുള്ള മനോഹരമായ ഹൃദയസ്പർശിയായ കഥകൾ ഇനിയും കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനമായി, നോട്ടിഫിക്കേഷനുകൾ. അടുത്ത അത്ഭുത കഥ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. ഈ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റേതാവട്ടെ.